ഫ്രണ്ട്സ്, എല്ലാവർക്കും സമാസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു ചട്ടിപ്പത്തിരിയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മീഡിയം സൈസ് 4 ഒനിയൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒനിയനൊക്കെ ഒന്ന് വേഗത്തിൽ വഴണ്ടി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 2-3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത്, ഇത്രയും ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികളായിട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കുക്ക് ചെയ്ത ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ ആ ഒരു മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്കൊരു മിക്സി ജാറിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ ഒരു ബാറ്റർ തയ്യാറാക്കിയത്. നല്ല ഒരു ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്റർ വെച്ചിട്ട് ഓരോരോ ദോശകൾ ചുട്ടെടുക്കാം. വളരെ നൈസായിട്ട് പരത്തി വേണം നമ്മൾ ഈ ഒരു ദോശ ചുട്ടെടുക്കാനായിട്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ദോശയും നമുക്കിതുപോലെ ചുട്ടെടുക്കാം. നമ്മുടെ ഒരു ചട്ടിപ്പത്തിരിയിലേക്ക് എത്രത്തോളം ലെയർ ദോശ വേണം അതനുസരിച്ചിട്ടുള്ളത് നമുക്ക് ചുട്ടെടുക്കാം. ഞാനൊരു 6-7 ലെയറിനുള്ള ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്കിതിലേക്കൊരു 1/4 കപ്പ് പാല് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൂടെ കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു മുട്ടയുടെ മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന ആ ഒരു പാനിൽ ഒരല്പം നെയ്യ് നന്നായി തടവി കൊടുക്കാം. പാത്രത്തിന് ചുറ്റും ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമ്മൾ ചുറ്റു വെച്ചിട്ടുള്ള ഈ ഒരു ദോശയിൽ നിന്ന് ഓരോ ദോശ വീതം എടുത്തിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മുട്ടയുടെ മിക്സിൽ നന്നായി തന്നെ ഒന്ന് മുക്കിയെടുക്കണം.
ഇപ്പോൾ ഇതാ നല്ലതുപോലെ ആ ഒരു മുട്ടയുടെ മിക്സിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നല്ല ലെവലാക്കി ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ മിക്സ് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആ ഒരു ചിക്കൻ്റെ മിക്സ് ഒന്ന് നിരത്തി കൂടെ കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇതുപോലെ തന്നെ അടുത്തൊരു ദോശയും ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രത്തോളം ഈ ഒരു ചട്ടിപ്പത്തിരിക്ക് എത്ര ലെയർ വേണം അതനുസരിച്ചിട്ടുള്ള ദോശ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ലെയറായിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് വെച്ച് കൊടുക്കാം. ദോശ ഒഴിക്കുക, ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ചിക്കൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് എത്രത്തോളം വേണോ അതനുസരിച്ചിട്ട് ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 6-7 ദോശയോളം ഇതുപോലെ ലെയറാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാം വെച്ച് ലാസ്റ്റ് ഒരു ലെയർ കൂടെ വെച്ചതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കി വന്നിട്ടുള്ള ഒരു മുട്ടയുടെ മിക്സ് അതിൻ്റെ മുകളിലും സൈഡിലൊക്കെ ആയിട്ട് കവറാക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മുട്ടയുടെ മിക്സ് എല്ലാം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടിയിട്ട് കുക്ക് ചെയ്യാം. ആദ്യം നമുക്കൊരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് താഴത്തൊരു തവ കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 25-30 മിനിറ്റ് വരേക്കുമൊക്കെ ഒന്ന് നന്നായി തന്നെ ഒന്ന് കുക്കാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതൊന്ന് മറിച്ച് കൂടെ ഇട്ടിട്ട് 2 വശം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പം തന്നെ നമുക്ക് ഈ ഒരു ചട്ടിപ്പത്തിരി തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തുകൂടെ കാണിച്ചു തരാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ചട്ടിപ്പത്തിരിയാണിത്. മാവൊന്നും കുഴയ്ക്കാണ്ട് നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചട്ടിപ്പത്തിരിയാണിത്. അപ്പോൾ നിങ്ങൾ ഇതുവരേക്കും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ആക്കി നോക്കണേ. ഇഫ്താറിനൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി തന്നെയാണ് ഈ ഒരു ചട്ടിപ്പത്തിരി. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാനൊന്നും മറന്നു പോകരുത്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, comment, subscribe my channel. Thank you.